ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇയർ എൻഡിങ് ഓഫറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് വരുന്നത്. എല്ലാം 50% ഓഫറിലാണ് വരുന്നത്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു മഡ്ക സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. നല്ല അടിപൊളി ഫാബ്രിക്കും ആണ്. നല്ല രസമായിട്ടുള്ള ഹാൻഡ് വർക്കാണ് യോക്കിലേക്ക് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്നു. യോക്കിലേക്ക് ഇതുപോലെ കട്ട് ബീറ്റ്സ്, ഷുഗർ ബീറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഷുഗർ ബീറ്റ്സ് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട്, നല്ല സിമ്പിൾ ആയിട്ടാണ്, അതേസമയം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷുഗർ ബീറ്റ്സ് മാത്രമാണ് അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ടോണിലേക്കാണ് വരുന്നത്. എങ്ങനെ വരുന്നു? ഷോൾ വരുന്നത് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ്. നല്ലൊരു ഡസ്റ്റി ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനും കൂടിയാണ്. അതിലേക്ക് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ഒരു സ്വീക്കൻസിൻ്റെയും ത്രെഡ് എംബ്രോയിഡറിയും വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇതാ ഇങ്ങനെ. ബോട്ടം വരുന്നതും ആ ഷോളിന്റെ ഒരു സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. സാൻറ്റൂണാണ് ഫാബ്രിക് വരുന്നത്. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു ചെറിയൊരു പാർട്ടി വായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1150 ആണ്. എല്ലാം 50% ഓഫറിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സെറ്റുകളും 50% ഓഫറിലാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അതിൽ തന്നെ വേറൊരു കളർ ഷെയ്ഡ് നമ്മൾ ആദ്യം കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലേക്ക് വരുന്നു. അതുപോലെ തന്നെ അതിലേക്ക് ലൈലാക്കിന്റെ പീച്ച്, ഒരു ലൈറ്റ് പീച്ച് കളറിന്റെ കോമ്പിനേഷനിലേക്കാണ് ആ ഒരു ഷുഗർ ബീറ്റ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. മഡ്ക സിൽക്കിൽ വരുന്നതാണ് ഈ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഒരു വ്യൂ പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അതിൽ മെറ്റീരിയൽ തന്നെ വരുന്ന ആ ഒരു കളർ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഡാർക്കും ലൈറ്റും ആയിട്ട് അത് മഡ്ക സിൽക്കിലും അങ്ങനെ വരുന്നതാണ്. പീച്ച് ഇതുപോലെ ഷോൾ വരുന്നത് ഇങ്ങനെ ഓർഗൻസ തന്നെ ഒരു ലൈറ്റ് പീച്ച് കളറിലേക്ക് വരുന്നു. സ്കാറ്റേഡ് ആയിട്ട് ഈ ഒരു വർക്കുകളും പോകുന്നുണ്ട്. ഇതെങ്ങനെ ഇതിൻ്റെയൊക്കെ സൈഡിലേക്ക് ചെറിയൊരു ക്രോഷ്യ ലേസ് പോലെ ചെറിയൊരു ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഷോൾ വരുന്നത്. ബോട്ടം വരുന്നത് പീച്ച് കളറിലേക്ക് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു സെമി ടെസർ ഫാബ്രിക്കിലേക്കാണ്. നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ജെറിയുടെ ഒരു കോപ്പർ ജെറിയുടെ ഒരു വീവിംഗ് ആണ് പോകുന്നത്. ഇതുപോലെ സ്ട്രൈപ്സ് ഒരു പാറ്റേണിൽ രണ്ട് സൈഡും സെയിം വീവിംഗ് തന്നെ പോകുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ സെയിം ടോണിലേക്ക് തന്നെ സെയിം മെറ്റീരിയലുമാണ് ഷോൾ വരുന്നത്. ഇതുപോലെ ഷോളിൻ്റെ ദാമനിലേക്ക് ഇതുപോലെ തന്നെ സെൽഫ് ത്രെഡിൻ്റെ ഒരു വീവിങ്ങും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്വീക്കൻസസും ആഡ് ചെയ്തിട്ട് ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. മെറ്റീരിയലും ആ ഒരു സെമി ടെക്സ്റ്റൈൽ ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഷോളും ടോപ്പും ഒക്കെ നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്നതാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലേക്കാണ്. ഇതുപോലെ ബാക്ക് പ്രിന്റുകളാണ് വരുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നു. അതിലേക്ക് ഇതുപോലെ ഒരു ചിക്കു കളറിൻ്റെ കോമ്പിനേഷനിൽ ബാട്ടി പ്രിന്റുകൾ വരുന്നത്. രണ്ട് സൈഡിലേക്കും സെയിം തന്നെയാണ് വരുന്നത്. ഷോൾ വരുന്നത് ഷിഫോൺ ഷോളാണ്. ഇങ്ങനെ അത് ചിക്കു കളറിലേക്കാണ് കേട്ടോ ഷോൾ വരുന്നത്. ഇതുപോലെ പ്രിന്റഡ് കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ കോട്ടൺ ഫാബ്രിക്കിലേക്ക് തന്നെ ബോട്ടവും വരുന്നു പ്രിന്റഡ് ആയിട്ട് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടണിൽ ഹക്കോബ പാറ്റേണിലായിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല രസമുള്ള സെറ്റാണ്. യോക്കിലേക്ക് ഇതുപോലെ ചെറിയൊരു മൾട്ടി കളർ കോമ്പിനേഷനിൽ വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി വർക്കും സ്റ്റോൺസും വെച്ചിട്ട് ഒരു ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. ബോഡി വരുന്നത് ഈ ഒരു പാറ്റേണിലേക്കാണ് കേട്ടോ. നല്ല രസമാണ്. ഹക്കോബയുടെ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് ഇതുപോലെ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ടോപ്പിൻ്റെ തന്നെ ദാമനിലേക്ക് ഇതുണ്ട് ചെറുതല്ല, നല്ല ഹെവി ആയിട്ട് തന്നെ ഒരു ബോർഡർ ഇതുപോലെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരുന്നത് ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അതിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഷോൾ വരുന്നത് ഷിഫോൺ ഷോൾ. അതിലേക്ക് ഇതുപോലെ ബ്രഷ് പെയിന്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല ഒതുങ്ങി നന്നായിട്ട് കിടന്നോളും. എങ്ങനെ വേണ്ടി നമുക്ക് വെയർ ചെയ്യാം. നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത് ബ്രഷ് പെയിന്റ്. അതുപോലെ ചെറിയൊരു ബോർഡർ ആയിട്ട് ഇങ്ങനെ ഒരു പെയിന്റിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ പോകുന്നതൊന്നും അല്ല കേട്ടോ. ഫാബ്രിക് പെയിന്റ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ബോട്ടം വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഓഫ് വൈറ്റ് കളർ ബോട്ടം ഉണ്ടാവും. ഇതിന് ബോട്ടം വരുന്നില്ല കേട്ടോ. ഇത് പ്രത്യേകം പറയുന്നു, നോട്ട് ചെയ്യണേ. ബോട്ടം വരുന്നില്ല. പ്രൈസ് ഞാൻ എല്ലാത്തിൻ്റെ അടുത്ത് പറയാം. നമുക്ക് സ്ക്രീനിൽ തന്നെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഉണ്ട്. അതുകൊണ്ടാട്ടോ ഓരോന്നിൻ്റെയും പ്രൈസ് പറയാത്ത. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അടുത്തൊന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിൽ നിറയെ എംബ്രോയിഡറി വർക്കുമായിട്ട് വരുന്നതാണ്. ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു ലൈറ്റ് ടർക്കോയിഷ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇത് കണ്ടോ, ഒരു ചോക്ലേറ്റ് കളർ ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ സ്വീക്കൻസസും ആഡ് ചെയ്തിട്ടുള്ള നല്ല രസമായിട്ട് അത് ഫുൾ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും അത് വരുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടവും വരുന്നുണ്ട്. ക്രഷ്ഡ് ഫാബ്രിക്കാണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഷോൾ കണ്ടോ, നല്ല ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടന്നോളൂ. ഇട്ടാലൊക്കെ ഒതുങ്ങി നന്നായിട്ട് കിടന്നോളൂ. ആ സെയിം ത്രെഡ് വർക്ക് തന്നെ ഇതുപോലെ ബോർഡർ ആയിട്ട് ഷോളിലേക്ക് കൊടുക്കുന്നുണ്ട്. ടോപ്പ് ഇത്രയും ഹെവി ആയിട്ട് വരുന്നതുകൊണ്ട് ഷോളിൽ ബോർഡറും ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് വർക്കുമാണ് കൊടുക്കുന്നത്. എല്ലാ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് വൈറ്റ് കളർ ഇതുപോലെ ബാട്ടിക് പ്രിന്റുകളാണ് പോകുന്നത്. രണ്ട് സൈഡിലും സെയിം തന്നെ വരുന്നു. അതുപോലെ തന്നെ കാന്ത സ്റ്റിച്ചസും ഇതിൻ്റെ ഇടയിലൂടെ പോകുന്നുണ്ട് കേട്ടോ. ഷോൾ വരുന്നതും കോട്ടൺ തന്നെയാണ്. ടോപ്പ് ബോട്ടം ഷോള് പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെ ഇതാണ് ഷോൾ വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് ബോട്ടത്തിലേക്കും
പ്രിന്റുകൾ പോകുന്നുണ്ട് ഇങ്ങനെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന സെമി സിൽക്കിൽ ഒരു ബനാറസി സെറ്റാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ബോഡിയിലേക്കെല്ലാം ഒരു ചാക്കോർ ചെറിയുടെ ഒരു വീവിങ്, ഇതുപോലെ ബുട്ട വീവിങ് പോകുന്നുണ്ട്. ദാമനിലേക്കാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു വീവിങ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ. സ്ലീവിന്റെ പോർഷൻ ഈ സെന്റർ പോർഷനിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലീവും കൂടെ എടുക്കാനുള്ളതുണ്ട്. ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതുപോലെ. വീതിയല്ല, ഇതിന്റെ ലെങ്ത്തിലാണ് കൂടുതൽ കൊടുത്തേക്കുന്നത്. സ്ലീവ് നമുക്ക് അങ്ങനെയാണ് കട്ട് ചെയ്തത്. ഈ ഒരു പോർഷനിലേക്ക് അങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനുള്ളതുണ്ട് കേട്ടോ. ഷോള് വരുന്നതും ആ ഒരു ബനാറസി ബോർഡറോട് കൂടിയിട്ട് തന്നെയാണ് ഷോള് വരുന്നത് ഇങ്ങനെ. ഷോൾ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ വരുന്നത്. എല്ലാ സൈഡിലേക്കും ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ ബുട്ടാസും ബോഡിയിലേക്ക് പോകുന്നുണ്ട്. സെയിം മെറ്റീരിയലിലേക്ക് തന്നെയാണ് ബോട്ടം വരുന്നത്, പ്ലെയിൻ ആയിട്ട് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു മൊഡാലിൻ്റെ ഒക്കെ പോലെ ഫീൽ ചെയ്യുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ അജറക് പ്രിന്റുകളാണ് അതിലേക്ക് പോകുന്ന ഒരു ഗ്രേ കളറിന്റെയും മെറൂണിന്റെയും കോമ്പിനേഷൻ ഇതുപോലെ വരുന്നു. ബാക്ക് സൈഡിലേക്കും സെയിം പ്രിന്റുകൾ തന്നെയാണ് പോകുന്നത്. ഒരു മെറൂൺ കളറിലേക്ക് തന്നെയാണ് ബോട്ടം കൊടുക്കുന്നത്, പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ. ഒക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ് കേട്ടോ. ഷോൾ വരുന്നത് ഇങ്ങനെ. സെയിം പ്രിന്റുകൾ തന്നെ ഇതിലേക്കും പോകുന്നുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഷോളിന്റെ ആ ഒരു ബോർഡറും പ്രിന്റുകളും വരുന്നത്. കോർണേഴ്സിലേക്ക് മാത്രം ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. നിറയെ ഇതുപോലെ ഷിഫ്ലി വർക്ക് വരുന്നത്, നല്ല ഭംഗിയായിട്ടും ഹെവി ആയിട്ടും വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഫുള്ള് വരുന്നത് കേട്ടോ. സെന്റർ പോർഷനിൽ ഇതുപോലെ നല്ല കുറച്ചുകൂടെ തിക്കായിട്ട് വരുന്നുണ്ട്. സൈഡ്സിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ജോർജറ്റ് ആണ് ഫാബ്രിക്. ഇതുപോലെ തന്നെ ക്രേപ്പിന്റെ ലൈനിങ്ങും ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ. ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിലേക്കും ഹെവി ആയിട്ട് തന്നെ ആ ഒരു വർക്ക് പോകുന്നുണ്ട്. സൈഡിലേക്ക് ബോർഡറും ബോഡിയിലേക്കും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഓഫർ ഐറ്റം വരുന്നത്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.